ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th മെയിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 034/2023. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി 3 മാത്രമാണ് യോജിക്കാത്ത പ്രസ്താവന. നമുക്ക് ഏതൊക്കെയാണ് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കുന്ന പ്രസ്താവന എന്ന് നോക്കാം. 1. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 1 3 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. മൂഷക വംശകാവ്യം, അതുലൻ, കേരളപ്പഴമ, ഹെർമൻ ഗുണ്ടർട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1 4 ആണ് യോജിക്കാത്ത പ്രസ്താവനകൾ. നമുക്ക് ഏതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി യോജിക്കുന്ന പ്രസ്താവന എന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളവ. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1 2 4 ആണ് ശരിയായ പ്രസ്താവനകൾ. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1 2 3 എന്നിവ ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 1 4 ആണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണെന്ന് നോക്കാം. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാൻഡലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1 2 ആണ് ശരിയായ ജോഡി. ട്രോപ്പോസ്ഫിയർ, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ, റേഡിയോ തരംഗങ്ങൾ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1 4 ആണ്. ഹിമാലയ, മടക്കുപർവ്വതം, ബാരൻ ദ്വീപുകൾ, അഗ്നിപർവ്വതം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1 2 4 എന്നിവയാണ് ശരിയായ പ്രസ്താവന. 1 അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. 4 കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. അടുത്ത ചോദ്യം, ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 2 3 ആണ് ശരിയായ ജോഡി. മേട്ടൂർ ഡാം, കാവേരി, തെഹരി ഡാം, ഭഗീരഥി നദി. അടുത്ത ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1 2 4 എന്നിവ ശരിയായ ജോഡികളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. അടുത്ത ചോദ്യം ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1 2 3 എല്ലാം ശരിയാണ്. നമുക്കൊന്ന് നോക്കാം. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ഒഴിവാക്കി. അടുത്ത ചോദ്യം, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പ്രസ്താവന 1 2 3 അഥവാ എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖല സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. അടുത്ത ചോദ്യം, പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക.
ഉത്തരം ഓപ്ഷൻ എ പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. നമുക്കൊന്ന് ശരിയായ ജോഡികൾ ചേർത്ത് വായിച്ചു നോക്കാം. മയൂർഭഞ്ച് ഇരുമ്പ്, കോലാർ സ്വർണം, റാണിഗഞ്ച് കൽക്കരി, മലഞ്ച്ഗഡ് ചെമ്പ്. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചെടുക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാകുന്നു എന്ന് പറയുന്നതാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായവ നോക്കാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ശ്രീ സച്ചിദാനന്ദ്. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ അടുത്തിടെ വരെ സച്ചിദാനന്ദനായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പുള്ളി ഈ സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ടുള്ള ഒരാളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അടുത്ത ചോദ്യം, രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. ഉത്തരം 74-ാം ഭേദഗതി. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഉത്തരം സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? ഉത്തരം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ശ്രദ്ധിക്കുക, 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇപ്പോൾ കറൻ്റ്ലി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആണ് ഇപ്പോഴത്തെ, അതായത് 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട്. അടുത്ത ചോദ്യം, സേവന അവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓരോ ഓഫീസിനും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാകുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഒടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏത്? ഉത്തരം വോട്ടവകാശം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം തിരുവനന്തപുരം. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ആർട്ടിക്കിൾ 51A. കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഉത്തരം കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, നമ്മുടെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണെന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ശരിയായവയൊന്ന് നോക്കാം. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗമാണ്. മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ഉത്തരം 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അടുത്ത ചോദ്യം,
പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം? ഉത്തരം തട്ടേക്കാട്. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 എല്ലാം ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ചെവിക്കുടയിൽ, കശേരുക്കൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. അടുത്ത ചോദ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകമേത്? ഉത്തരം ഇരുമ്പ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി? ഉത്തരം വൈറസ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം കോഴിക്കോട്. AB രക്തഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ഉത്തരം രക്തഗ്രൂപ്പ് AB. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം എല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. അടുത്ത ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം 20 സെന്റിമീറ്റർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അടുത്തത്, കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. അടുത്ത ചോദ്യം, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 ആണ്. നോക്കാം. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതി വാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി എന്താണ്? ഉത്തരം ന്യൂക്ലിയർ ഊർജം. കേരളത്തിൽ പ്രളയമുണ്ടാകുമ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ഉത്തരം ക്ലോറിൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ 1, 3 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അടുത്ത ചോദ്യം, ആറ്റം മാതൃകയുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അടുത്തത്, ബോർ മാതൃകാ പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ഉത്തരം ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഉത്തരം ലെഡ്. അവനി ലഖര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏത് ഇനത്തിലാണ്? ഉത്തരം 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം അംശി നാരായണപിള്ള.
കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിൻ്റെ പേരെന്ത്? ഉത്തരം കേളികൊട്ട്. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഉത്തരം പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്കൊന്ന് നോക്കാം. വാകുരുവി വരുകുരുവി വാഴക്കൈ മേലിരുകുരുവി, ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ്. ഇവിടെ ജി ശങ്കരപ്പിള്ള എന്ന് തന്നിരിക്കുന്നതുകൊണ്ടാവാം ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ആലുവ താലൂക്കിലെ തുരുത്തിൽ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് PT ഉഷ. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ എന്തുപയോഗിക്കുന്നു? ഗേറ്റ്വേ. ഡക്ഡഗോ എന്നത് എന്താണ്? ഒരു സെർച്ച് എഞ്ചിനാണ്. അടുത്ത ചോദ്യം ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതു അധികാര അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. 4, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവയുടെ രൂപവൽക്കരണം. അടുത്ത ചോദ്യം തത്വം. നിർമ്മാതാവിന് അവസാനത്തെ ഉപഭോക്താവിനോട് വരെ ബാധ്യത ഉണ്ട്. വസ്തുതകൾ. എക്സ് നിർമ്മാതാവിൽ നിന്ന് സുതാര്യമല്ലാത്ത കുപ്പിയിൽ അടച്ച വൈൻ വാങ്ങുകയും തൻ്റെ സുഹൃത്തായ വൈക്ക് പകർന്നു നൽകുകയും ചെയ്തു. അവസാനത്തെ ഗ്ലാസ് വൈൻ പകർന്നപ്പോൾ കുപ്പിയിൽ നിന്നും അഴുകിയ ഒച്ചിൻ്റെ അവശിഷ്ടം വൈയുടെ ഗ്ലാസ്സിൽ വീഴുകയും തൽഫലമായി വൈ കടുത്ത അസ്വാസ്ഥ്യം ബാധിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഉത്തരം നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലിക അവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം തുല്യതയ്ക്കുള്ള അവകാശം. അടുത്തത് പ്രസ്താവന എ. പരാതിക്കാരിയായ സ്ത്രീക്ക് നിയമപ്രകാരം അർഹതപ്പെട്ട സ്വത്തിൻ്റെ ഓഹരി നിഷേധിച്ചാൽ അത് ഗാർഹിക പീഡനമാണ്. പ്രസ്താവന 6. പരാതിക്കാരിക്ക് നിയമപരമായോ ആചാരപ്രകാരമോ അർഹതയുള്ള സ്ത്രീധനമോ സ്വത്തോ ജീവനാംശമോ പങ്കുപാർക്കുന്ന വീടിൻ്റെ വാടകയോ അപഹരിക്കുക, നിഷേധിക്കുക, ലഭ്യമാക്കുന്നത് തടയുക, പരാതിക്കാരിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുക തുടങ്ങിയ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക പീഡനമാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് പ്രസ്താവന എയും പ്രസ്താവന 6ഉം ശരിയാണ്. 6A ശരിയായ വിശദീകരണവുമാണ്. അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 തെറ്റ് 2 ശരി. ഏതൊക്കെയാണെന്ന് നോക്കാം. കുട്ടികൾക്ക് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. കുട്ടികൾക്ക് എതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്. അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അടുത്ത ചോദ്യം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പൊതുപ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഡിസംബർ 10, 1948. അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ഉത്തരത്തിൻ്റെ ശരിയായ ഓപ്ഷനും മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. പിന്നീട് എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 71 ഓപ്ഷൻ സി, 72 ഓപ്ഷൻ എ, 73 ഓപ്ഷൻ ബി, 74 ഓപ്ഷൻ ഡി, 75 ഓപ്ഷൻ ബി, 76 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 77 ഓപ്ഷൻ ഡി, 78 ഓപ്ഷൻ ഡി, 79 ഓപ്ഷൻ എ, 80 ഓപ്ഷൻ സി. അടുത്ത ചോദ്യം We have moved dash from that location. We have moved ourselves from that location. The cat was sleeping dash the tree. The cat was sleeping under the tree.
By the time it started raining, we dashed home. By the time it started raining, we had reached home. അടുത്ത ചോദ്യം, I dash play violin when I was a child. I could play violin when I was a child. Identify the correct indirect or reported speech of the given sentence. I am waiting for Meenu, she said. Correct answer is, she said that she was waiting for Meenu. അടുത്ത ചോദ്യം, I dash my friend's pet dog when he is away. I look after my friend's pet dog when he is away. The king's eldest son is the dash to the throne. The king's eldest son is the heir to the throne. One who is engaged in charitable works, called a philanthropist. Synonym of the word betray is deceive. അടുത്ത ചോദ്യം ഡിലീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. എന്താണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം? ഉത്തരം നിമീലനം. കണ്ടു എന്നത് പിരിച്ചെഴുതുക. ഉത്തരം കൺ അധികം തു. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം കൈതവം. ആ അധികം അൻ അവൻ. ഇവിടെ സന്ധി ഏത്? ഉത്തരം ആഗമം. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ്? ഉത്തരം കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ അർത്ഥം? ഉത്തരം കൊച്ചിയുടെ മഹാത്മ്യം. മടി അധികം ശീല ചേർത്തെഴുതിയ രൂപമാണ് മടിശീല. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. ഉത്തരം യാദൃശ്ചികം. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദമാക്കുക. പിപാസു. അടുത്ത ചോദ്യം, വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം? ഉത്തരം ഫലമില്ലാതെ പ്രവർത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്